ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും. ഈ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുകയാണ് കേരളത്തിലെ പിണറായി സർക്കാർ. പിണറായി സർക്കാരിന് കീഴിലെ മോട്ടോർ വാഹന വകുപ്പും KSRTC-യുടെ ഇപ്പോഴത്തെ മന്ത്രി, ഗതാഗത മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറാണ്. അദ്ദേഹം വരുന്നതിന് മുമ്പും അദ്ദേഹം വന്നതിന് ശേഷവും വളരെ സുപ്രധാനമായ പല തീരുമാനങ്ങളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. ഈ ഗണേഷ് കുമാർ വന്നതിന് ശേഷം എടുത്ത പല തീരുമാനങ്ങളും നടപ്പാക്കാൻ കഴിയാതെ വന്നിട്ടുമുണ്ട്. കടുത്ത എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് നടപ്പാക്കിയവയുമുണ്ട്. ഞാൻ അതിലേക്കൊന്നുമല്ല പോകുന്നത്. പ്രേക്ഷകരുടെ ശ്രദ്ധ ഒരു പുതിയ വിഷയത്തിലേക്ക് കൊണ്ടുവരാനാണ് താല്പര്യപ്പെടുന്നത്. മറ്റൊന്നുമല്ല, നേരത്തെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായല്ലോ. ഈ സർക്കാരിന്റെ ഭാഗമായ ഇടതു മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPI തങ്ങളാണ് ഒറിജിനൽ മാർക്സിസ്റ്റുകാർ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് തെളിയിക്കാൻ ആ അവസരം നന്നായി പ്രയോജനപ്പെടുത്തി, വിനിയോഗിച്ചു. മറ്റൊന്നുമല്ല, മോദി സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളിൽ ഒന്നും നമ്മൾ ഭാഗഭാക്കാകണ്ട, മോദി സർക്കാരിന്റെ പണം നമുക്ക് വേണ്ട എന്നൊക്കെയാണ് CPI-യുടെ ഈ മന്ത്രിസഭയിലെ അംഗങ്ങളായ ഈ ഇടതു മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPI-യുടെ മന്ത്രിമാർ സ്വീകരിച്ച നിലപാട്. ഒടുവിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്കുമൊക്കെ മുട്ടുമടക്കേണ്ടി വന്നു. CPI-യുടെ എതിർപ്പ് അത്ര ശക്തമായിരുന്നു. എന്നാൽ ഇതുപോലെയുള്ള എതിർപ്പ് ആരോഗ്യ മേഖലയിൽ കാണിക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേര് ഈ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകണം എന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം, നിർദ്ദേശം വളരെ വൈകി 2 വർഷത്തിന് ശേഷം നടപ്പാക്കി. കാരണം കേന്ദ്രത്തിന്റെ ഫണ്ട് ലഭിക്കുന്നില്ല. ഈ പേരുകൾ ഇങ്ങനെ മാറ്റാതെ ഫണ്ട് നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഒടുവിൽ അവിടെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് മുട്ടുമടക്കി കീഴടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേന്ദ്രത്തിന് മുന്നിൽ വലിയ വീരശൂര പരാക്രമങ്ങളുമായിട്ട് ഇപ്പോൾ തീർത്തുകളയും എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നതാണ് ആരോഗ്യമന്ത്രി. ഒടുവിൽ പുലി പൂച്ചയാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് പൂച്ചയായി പതുങ്ങി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് മാറ്റിയതും നമ്മൾ കണ്ടു. സമാനമായി PM ശ്രീയും ഒപ്പിടുമായിരുന്നു. പക്ഷേ CPI വല്ലാത്ത എതിർപ്പുമായി രംഗത്ത് വരികയും തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായി പടിവാതിൽക്കൽ നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പിണറായി സർക്കാർ ആ തീരുമാനം നീട്ടിവെച്ചു. ഇപ്പോഴിതാ ഗതാഗത വകുപ്പ് മന്ത്രി PM ഈ പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, കേന്ദ്ര സർക്കാർ സൗജന്യമായി കേരളത്തിന്, ഓരോ സംസ്ഥാനത്തിനും ഇലക്ട്രിക് ബസ്സുകൾ നൽകുന്നുണ്ട്. അത് കേരളത്തിലേക്ക് 950, ഏതാണ്ട് 1000-നടുത്ത് ഇലക്ട്രിക് ബസ്സുകളാണ് നൽകാൻ തീരുമാനിച്ചത്. എന്നാൽ കേരളം അത് വാങ്ങാതെ വേണ്ടെന്ന് വെച്ചു. പല കാരണങ്ങൾ കൊണ്ട് അതിന്. കാരണം കേന്ദ്രത്തിൽ നിന്ന് സൗജന്യമായിട്ട് ഈ ബസ്സുകൾ കിട്ടിയാൽ പണം കൊടുത്ത് ബസ്സുകൾ വാങ്ങുമ്പോൾ ലഭിക്കുന്ന കമ്മീഷനുകളുണ്ട്. അത് സർക്കാരിലെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടാതെ വരും. അങ്ങനെ ഒരു പ്രശ്നം കൂടി അതിനകത്തുണ്ട് എന്ന് പ്രതിപക്ഷം നേരത്തെ ആരോപിച്ചിരുന്നു. ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ പറഞ്ഞതുപോലെ PM ഈ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെക്കില്ല, ഗതാഗത മന്ത്രി ഒപ്പുവെക്കില്ല എന്നൊക്കെ ആയിരുന്നു മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവും പിന്നാലെ വന്ന KB ഗണേഷ് കുമാറും ഒക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗതികെട്ട് ഒപ്പുവെക്കുകയാണ്. 950 ഈ ബസ്സുകൾ കേരളത്തിന് സൗജന്യമായി ലഭിക്കും. ചെറിയ ബസ്സുകൾക്ക് 2 കോടി രൂപയും വലിയ ബസ്സുകൾക്ക് 4 കോടി രൂപയുമാണ് വില. എന്തായാലും നല്ല കാര്യം തന്നെ. വൈകിയാണെങ്കിലും ആ വിവേകമുണ്ടായതിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് വളരെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ കേരളത്തിന് വളരെയധികം പ്രയോജനമുണ്ടായേനെ. അന്ന് പറഞ്ഞ ന്യായം, ഈ ഇലക്ട്രിക് ബസ്സുകൾ പരിപാലിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഇതിന്റെ ബാറ്ററിക്ക് വലിയ ചെലവ്
വേണ്ടിവരും, ഇത് റീചാർജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലേ? അന്ന് ഉയർന്ന ബുദ്ധിമുട്ടുകളെല്ലാം ആവിയായി മാഞ്ഞുപോയോ? എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഗതാഗത മന്ത്രി അതൊന്ന് വിശദീകരിച്ചു തന്നാൽ കൊള്ളാം. അതുപോലെ തന്നെ ഈ ബസ്സുകൾ ഇവിടെ വരുമ്പോൾ, ഈ 950 ബസ്സുകൾ ഇവിടെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യമുണ്ട്. ഈ പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ മുതൽ പറഞ്ഞത് KSRTCയിലെ ബസ്സുകളെല്ലാം ഞങ്ങൾ കണ്ടം ചെയ്യും, കാലാവധി കഴിഞ്ഞ ബസ്സുകളെല്ലാം ഞങ്ങൾ മാറ്റും, പുതിയ ബസ്സുകൾ വാങ്ങുമെന്നാണ്. ഇതുവരെ പുതിയ ബസ് വാങ്ങാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല, സംസ്ഥാന ഗതാഗത വകുപ്പിന് സാധിച്ചില്ല. അതിനുള്ള പണം അവരുടെ കയ്യിലില്ല. ധനവകുപ്പ് കൂത്തുവാളയെടുത്ത് നിൽക്കുകയാണ്, ട്രഷറിക്കുള്ളിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെ ഗതാഗത വകുപ്പിന് പുതിയ ബസ്സുകൾ വാങ്ങാൻ പണം നൽകും? ആ വിഷയത്തിലേക്ക് ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ഇവിടെ പുതിയ ബസ്സുകൾ വാങ്ങാൻ ഒരു നിർവാഹവും ഇല്ലെന്ന് വ്യക്തമായതോടുകൂടി ഗതാഗത മന്ത്രി രണ്ടും കൽപ്പിച്ചൊരു തീരുമാനമെടുത്തു. PME പദ്ധതിയിൽ ഒപ്പിടുക, സൗജന്യമായി കിട്ടുന്ന 980 ബസ്സുകൾ വാങ്ങിയെടുക്കുക, അത് സർവീസ് നടത്തട്ടെ. ഡീസൽ ലാഭിക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപ ലാഭം കിട്ടും KSRTCക്ക്. അത് ഈ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ ആരും പഠിപ്പിക്കണ്ട. അദ്ദേഹം ഒരു മികച്ച മന്ത്രി തന്നെയാണ്. എങ്ങനെ വീണാലും 4 കാലിൽ നിലത്തെത്തുന്ന പൂച്ചയുടെ സ്വഭാവം KB ഗണേഷ് കുമാറിനുണ്ട് എന്ന് എതിരാളികൾ പലപ്പോഴും പറയും. പക്ഷേ അത്തരത്തിൽ വീണതുപോലും വിദ്യയാക്കുന്ന മന്ത്രി ഈ ലാഭം കണ്ടില്ലെന്ന് നടിച്ചില്ല. അദ്ദേഹത്തിന്റെ ബുദ്ധിയും വിവേകവും ഉണർന്നു പ്രവർത്തിച്ചു. വളരെ തന്ത്രപൂർവം അദ്ദേഹം ഈ PME പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെ കേരളത്തിലേക്ക് 950 പുതിയ ബസ്സുകൾ വരികയാണ്. ചെറിയ ബസ്സുകളും ഉണ്ടാകും, വലിയ ബസ്സുകളും ഉണ്ടാകും എന്നാണ് അറിവ്. ഇതോടുകൂടി KSRTCയുടെ മുഖം മാറും എന്ന് നമുക്ക് കരുതാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ബസ്സുകൾ സർവീസ് നടത്തട്ടെ. അതിലൂടെ ഡീസൽ ലാഭിക്കുന്നതിലൂടെ രണ്ടാണ് ഗുണം. ഒന്ന്, നമുക്ക് വരുമാനത്തിൽ വലിയ ലാഭമുണ്ടാകും. രണ്ട്, നമ്മുടെ പരിസ്ഥിതിക്കുള്ള ദോഷം, വായു മലിനീകരണം ഒക്കെ വളരെ വളരെ കുറഞ്ഞിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. ഇന്ന് നമ്മുടെ മഹാനഗരമായ ഡൽഹി അനുഭവിക്കുന്ന വായു മലിനീകരണം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അത് ഭാവിയിൽ ഈ കൊച്ചു കേരളത്തിലും വിശിഷ്യ തിരുവനന്തപുരം പട്ടണത്തിലും അത് ധാരാളമായിട്ടുണ്ടാകും. അതിനെ ചെറുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിന് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തണം. ഇവിടെ വളരെ കൃത്യമായിട്ട് ഗതാഗത മന്ത്രി തീരുമാനമെടുത്തു. എന്തായാലും ഇന്നത്തെ പത്രങ്ങളിൽ ഉൾപ്പെടെ ഈ വാർത്തയുണ്ട്. നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. KSRTC കൂടുതൽ ലാഭത്തിലാവട്ടെ, ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കപ്പെടട്ടെ, നമ്മുടെ പരിസ്ഥിതി കൂടുതൽ കരുത്തുറ്റതാകട്ടെ, പരിസ്ഥിതി മലിനീകരണം പ്രത്യേകിച്ചും വായു മലിനീകരണം വളരെ 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 കുറഞ്ഞു വരട്ടെ. ആ ഒരു ലക്ഷ്യം മുൻനിർത്തി സർക്കാർ ഉചിതമായ തീരുമാനം എടുത്തിരിക്കുന്നു. അതിന് പിണറായി സർക്കാരിനെയും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെയും ഒരുപോലെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, അഭിനന്ദിക്കേണ്ടതാണ്.